ആലപ്പുഴ ജില്ലയിലെ കളർകോട്ട് ഇന്നലെ രാത്രി KSRTC ബസ്സിൽ കാറിടിച്ച് നഷ്ടമായത് 5 ജീവനുകളാണ്. അതും ഭാവിയുടെ വാഗ്ദാനമാകേണ്ട 5 ഡോക്ടർമാർ. അരമണിക്കൂറോളം സമയമെടുത്താണ് പരിക്കേറ്റവരെ ആ വാഹനത്തിൽ നിന്നും പുറത്തേക്കെടുത്തത് തന്നെ. കായംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അതല്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. വാടകയ്ക്കെടുത്ത കാറിൽ സിനിമ കാണാൻ പോവുകയായിരുന്നു വിദ്യാർത്ഥികൾ. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 3 പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരിച്ചത്. മറ്റൊരാൾ ആശുപത്രിയിൽ എത്തിയതിനു ശേഷവും മരിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിൽ അകപ്പെട്ടവരെ പുറത്തെടുത്തത് തന്നെ. എന്തായിരിക്കാം ഈ ഒരു അപകടത്തിന് കാരണം? നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് ശക്തമായ മഴ തന്നെയാണ്. രണ്ടാമത്തത് കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാർ കയറിയത്. മൂന്നാമത്തത് വാഹനത്തിൻ്റെ കാലപ്പഴക്കം. ഇതൊക്കെയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന് കാരണമെന്നാണ് ആലപ്പുഴ RTO ദിലു പറയുന്ന കാരണങ്ങൾ. അപകടത്തിൽപ്പെട്ട ടവേര കാറിന് 11 വർഷത്തിലധികം പഴക്കമുണ്ട്. 7 പേർക്ക് കയറാവുന്ന വാഹനത്തിൽ കയറിയത് 11 പേരും. മാത്രമല്ല കാറിൽ എയർ ബാഗ് സംവിധാനവും അതുപോലെ തന്നെ ABS എന്ന് പറയപ്പെടുന്ന ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനവും ഇല്ലായിരുന്നു. പുതിയ വാഹനങ്ങളിൽ ഈ സംവിധാനങ്ങൾ നിർബന്ധമാണ്. 11 വർഷം പഴക്കമുള്ള കാർ ആയതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ അപകടത്തിൽപ്പെട്ട ഷെവർലെറ്റ് ടവേര കാറിൽ ഇല്ലായിരുന്നു. കനത്ത മഴയിൽ ഡ്രൈവർക്ക് റോഡ് കൃത്യമായി കാണുവാൻ കഴിഞ്ഞതുമില്ല. കാർ 90 ഡിഗ്രി തിരിഞ്ഞാണ് ബസ്സിൽ ഇടിച്ചത് തന്നെ. ഇനി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ അപകടത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തത് പഴക്കമുള്ള വാഹനത്തിൻ്റെ ബോഡിയുടെ ശക്തി കുറയും എന്നുള്ളൊരു കാരണമാണ്. ഇത് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞ കാരണങ്ങളാണ്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ ശേഷിയും കുറയും. ഗ്ലാസ്സിലൂടെയുള്ള കാഴ്ചയ്ക്ക് വ്യക്തത ഇല്ലാതാകും. വൈപ്പർ ഉണ്ടെങ്കിലും ഗ്ലാസ്സിൽ വെള്ളം തങ്ങി നിൽക്കും. ഇക്കാര്യങ്ങൾ അപകടത്തിൻ്റെ മറ്റൊരു വശങ്ങൾ മാത്രമാണ്. ബസ്സുമായി ഇടിച്ച ഭാഗത്തിൻ്റെ മറുവശത്തായതുകൊണ്ട് വാഹനം ഓടിച്ച ആൾ സുരക്ഷിതനായി. വാഹനത്തിലിരുന്നവർ ഇടിയുടെ ആഘാതത്തിൽ മുന്നിലേക്ക് തെറിച്ച് പരസ്പരം ഇടിച്ചിരിക്കാം. അങ്ങനെയും പരിക്കുകളും മരണങ്ങളും സംഭവിച്ചിരിക്കാം. കാറിൽ 11 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇവർ തിങ്ങി ഞെരുങ്ങിയായിരിക്കും ഇരുന്നത്. പുറകിലെ സീറ്റിലാണെങ്കിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും വിശദമായ അന്വേഷണത്തിന് കളക്ടർ RTOയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യും. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിം, കോട്ടയം സ്വദേശിയായ ദേവാനന്ദ്, കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ സ്വദേശിയായ ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ച വിദ്യാർത്ഥികൾ. അകാലത്തിൽ പൊരിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആദരാഞ്ജലികൾ.